അതിനുശേഷമുണ്ടായ ടോർച്ചറിങ്, ഈ വർക്ക് ഞാൻ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഇതിനു വേണ്ടി ഞാൻ നിൽക്കുന്നില്ല. പിന്നെ പർപ്പസ്ഫുള്ളി ടാർഗറ്റ് ചെയ്ത് ടോർച്ചർ ചെയ്യുകയാണ്. ഈ ചിലങ്കയെ മാത്രമല്ലാതെ മറ്റുള്ളവരെ എന്തുകൊണ്ട് ടാർഗറ്റ് ചെയ്യുന്നില്ല ഈ വ്യക്തി? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അതിനെക്കുറിച്ച് കംപ്ലീറ്റ്ലി എനിക്ക് അറിയത്തില്ല. കണ്ണടച്ചു വിടുന്നതായിരിക്കാം. അങ്ങനെ ഞാൻ പറയുന്നില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇതൊക്കെ എല്ലായിടത്തുള്ള കാര്യമാണ്. എല്ലാം അവരവൻ്റെ പേഴ്സണൽ ഇഷ്ടങ്ങളല്ലേ. തീർച്ചയായിട്ടും. ഒരാൾക്ക് താല്പര്യമില്ലെങ്കിൽ പിന്നെ അവരെ അതിലേക്ക് വലിച്ചിട്ടേണ്ട ആവശ്യമില്ല. ഒരാവശ്യവുമില്ല. അപ്പം എനിക്ക് പേഴ്സണലി ഒരു രീതിയിലും ഇന്ററാക്ട് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ എന്നെ വിട്ടേക്കാം. അതിന് ചെയ്യുന്ന ക്രൂരതകളൊക്കെ ഭയങ്കരമാണ്. എന്നിട്ട് പുറത്തിറങ്ങി പറയുന്നത്, ഞാൻ ഈ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകാനുള്ള റീസൺ പുറത്ത് പറഞ്ഞു നടക്കുന്നത്, ഞാൻ സീനിന് ഇമ്പോർട്ടൻസ് ഇല്ലാത്തതിന് തല്ലി, ഞാൻ സീൻ കട്ട് ചെയ്തതിന് തല്ലി, പിന്നെ വേറെ വ്യക്തികളെ ചേർത്തിട്ട് കഥകൾ ഉണ്ടാക്കുക, അങ്ങനെ ഒരു വീഡിയോ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനൊന്നും ഞാൻ റിയാക്ട് ചെയ്തിട്ടില്ല. ഈ അന്നത്തെ പ്രശ്നത്തിന്റെ സമയത്ത് സമൂഹ മാധ്യമങ്ങളിൽ പരന്നൊരു കാര്യമുണ്ട്, ഷൂട്ടിംഗ് സമയത്ത് ലേറ്റ് ആയിട്ട് വരുന്നു, മേക്കപ്പ് ഇടാതെ വരുന്നു, ലൊക്കേഷനിൽ വന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അങ്ങനെ ഒരു വ്യക്തിയാണോ ചിലങ്ക? പക്ഷെ ഞങ്ങൾ ചിന്തിക്കുമ്പം 14 വർഷം ഇങ്ങനൊരു സ്വഭാവമുള്ള വ്യക്തിയാണെങ്കിൽ ചിലങ്ക ഇന്ന് ഇൻഡസ്ട്രിയിൽ നിൽക്കുമോ? ഒരിക്കലും ഇല്ല. അപ്പൊ എന്താ അതിനെപ്പറ്റി പറയാനുള്ളത്? ഞാൻ വിത്ത് മേക്കപ്പില് 7 മണിക്ക് വണ്ടിയെ കയറുന്ന ഒരാളാണ്. എനിക്ക് ലൊക്കേഷനിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഹെയർ ചെയ്യുക, കോസ്റ്റ്യൂം ചെയ്യുക, ഭക്ഷണം കഴിക്കുക, ഈ 3 ജോലിയുള്ളൂ. അതെല്ലാം കൂടി കഴിഞ്ഞിട്ട് ഞാനൊരു 8 മണിക്കകത്ത് എൻ്റെ എല്ലാ പരിപാടികളും കഴിയും. ഞാൻ നിരന്തരം ഞാൻ റെഡി ആവുന്നില്ല. മേളിലേക്ക് വിളിച്ചു പറയുന്ന കാര്യങ്ങളാണ് എന്ന് വെച്ചാൽ ഞാൻ കാരണം ഷൂട്ട് നടക്കുന്നില്ല എന്നുള്ളതാണ് അവിടെ വരുത്താൻ നോക്കുന്നത്. വേറെ പലരെയും പുള്ളിക്ക് രക്ഷിക്കാനുണ്ട് അതിനകത്ത്. അതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല. എൻ്റെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്. പലരെയും രക്ഷിക്കാനുണ്ട് പുള്ളിക്ക് അതിൻ്റെ അകത്ത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്നെ ടാർഗറ്റ് ചെയ്ത് അങ്ങ് വെച്ചേക്കാണ് ഇതിനകത്ത്. എന്ന് വെച്ചാൽ എന്നെ മെൻ്റലി ടോർച്ചർ ചെയ്ത് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഞാൻ ഈ വർക്ക് ചെയ്യുന്നത് ഞാൻ ഡ്രോപ്പ് ചെയ്ത് പോകണം. ഈ അടിച്ചെന്നുള്ളത് സത്യമാണോ, വാസ്തവമാണോ? 100% വാസ്തവം. ഞാനൊരു ക്രെഡിറ്റ് ആയിട്ടൊന്നും പറയുന്നതല്ല, എൻ്റെ സാഹചര്യം കൊണ്ട് ഞാൻ ചെയ്തു പോയതാ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ചിലങ്ക അത്രമേൽ അടിക്കണമെന്ന് തോന്നിയെങ്കിൽ, ഇതൊരു മനുഷ്യന് സെക്കൻഡിൽ തോന്നുന്നു, അല്ലാതെ തലേദിവസം ഇന്നവനെ അടിച്ചേക്കാം എന്ന് തോന്നുന്നതല്ല. ആ സമയത്ത് അത്രയും അവനിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതാണ് ചോദിച്ചത്, അതെന്താണ് സംഭവിച്ചത്? അത്രയും മെന്റലി ഞാൻ ഓക്കെ അല്ല. എന്നെ അത്രയ്ക്ക് ടോർച്ചർ ചെയ്യാണ് ലൊക്കേഷനിലിട്ടിട്ട്. ഇപ്പം ഈ പറഞ്ഞ ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്, നമുക്ക് പുറത്തോട്ട് പറയാൻ പറ്റാത്ത കാര്യങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ പബ്ലിക്കായിട്ട് നമ്മളെ ഇൻസൾട്ട് ചെയ്യുക. ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചോ? ഷൂട്ടിംഗ് ലൊക്കേഷനിൽ. അനുഭവം എന്തായിരിക്കും? അത് നമ്മൾ ഷോട്ടിന് വന്ന് നിൽക്കുമ്പോൾ റിഹേഴ്സൽ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. ആ റിഹേഴ്സലിൽ നിൽക്കുമ്പോൾ ഇതൊക്കെ ടേക്കിലും കണ്ടാൽ മതിയായിരുന്നു എന്ന് വെച്ചാൽ നമ്മളെ തളർത്തുക. ഞാനിങ്ങനെ വലിയ എക്സ്പീരിയൻസ്ഡ് ആർട്ടിസ്റ്റ് ഒന്നും അല്ല. ഞാൻ ആ കിട്ടുന്ന ഷോട്ട് എങ്ങനെയെങ്കിലും ഒക്കെ നന്നാക്കി കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന സമയത്തായിരിക്കും ഡയറക്ടറുടെ ഭാഗത്തുനിന്ന് ഈ ഒരു തളർത്തല്. അപ്പോഴേ പടോന്നും പറഞ്ഞ് താഴെ പോകും. ഒന്നാമത് നമ്മളോട് ദേഷ്യമുണ്ട് എന്നുള്ളതും നമുക്കറിയാം. അപ്പം ഇതും എല്ലാം കൂടെ വരുമ്പോഴേ ഇതിൻ്റെ അകത്ത് നമുക്കങ്ങോട്ട് പറ്റുന്നില്ല. പിന്നെ ഈ സീനുകളുടെയൊക്കെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വന്നിട്ടുള്ള എത്രയോ ഇതിൽ നിന്ന് തന്നെ പുള്ളി തന്നെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ ഈ അടി കൊടുത്തതിന് ശേഷം അടി കൊടുക്കാതെ എല്ലാം താന്ന് കേട്ട് മിണ്ടാതിരുന്നിരുന്നെങ്കിൽ ഇന്നും ഇൻഡസ്ട്രി നിൽക്കുമായിരുന്നു. ഉറപ്പായിട്ടും. അപ്പൊ പേടിയൊന്നുമില്ലായിരുന്നോ? ഞാൻ അടിച്ചു, ഇനി എന്നെ ഇവർ നിർത്തത്തില്ല, അത് അറിയാമായിരുന്നോ? അങ്ങനെ ഒരാൾ റിയാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്തത് ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനാണ് ഇരയാവാൻ പോകുന്നതെന്ന് 100% ബോധ്യം എനിക്കുണ്ട്. പക്ഷെ ഇതെങ്ങനെ ഇരയെന്ന് പറയുന്നേ ചിലങ്ക? ഇത് ആ സംവിധായകന്റെ കുത്തകയല്ല, സീരിയലാണോ? പക്ഷെ അയാൾ പറയുന്നത് വിശ്വസിക്കാൻ ആൾക്കാരില്ലേ ജിൻ? അപ്പൊ ഈ ആത്മസംഘടന പോലുള്ള സംഘടനകളോട് എന്തുകൊണ്ട് ചിലങ്ക ഇത് പറഞ്ഞില്ല, അല്ലെങ്കിൽ അവരൊന്നും പറഞ്ഞില്ലേ? ഇല്ല, എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, കംപ്ലൈന്റ് കൊടുക്കണോന്നുള്ളതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആ ഒരു സമയത്ത് എനിക്ക് ചാനലിൽ നിന്നായാലും പ്രൊഡ്യൂസറുടെ സൈഡിൽ നിന്നായാലും റൈറ്ററുടെ സൈഡിൽ നിന്നായാലും ഫുൾ സെക്ഷൻ്റെ സൈഡിൽ നിന്ന് വേണ്ട കംപ്ലൈന്റ്, കാരണം ഞാൻ റിയാക്ട് ചെയ്തു. അല്ലെ, നമുക്കൊരു മോശം അനുഭവം ഉണ്ടായിട്ട് 10 വർഷം കഴിഞ്ഞ് റിയാക്ട് ചെയ്തിട്ട് കാര്യമില്ല. തീർച്ചയായിട്ടും അത് ആ സ്പോട്ടിൽ തന്നെ റിയാക്ട് ചെയ്തു. എന്നെ സംബന്ധിച്ചും ആൾക്കൊരു ഫാമിലി ഉണ്ട്, ഭാര്യയുണ്ട്, കുട്ടിയുണ്ട്. ഇതൊക്കെ എന്നാൽ ഞാൻ അത്ര മനുഷ്യപ്പറ്റില്ലാത്ത ഒരാളോ അല്ലെങ്കിൽ പർപ്പസ്ഫുള്ളി ഒരാളെ ദ്രോഹിക്കാൻ വേണ്ടി ചെയ്ത കാര്യം ഒന്നുമല്ല അത്. എന്നെയും അതുപോലൊരു അച്ഛനും അമ്മയും വളർത്തിയതാ. കാരണം എന്നെ ഏറ്റവും നന്നായിട്ട് വളർത്തിയതാ. എന്നാലും ആ ഒരു സംവിധായകൻ ചിലങ്കയെ മോളെ പോലല്ലേ കണ്ടത്?
എനിക്ക് അച്ഛൻ ദീതു മാത്രമേ ഉള്ളൂ. ഒറ്റ തന്ത എനിക്കുള്ളൂ. ഇനി അതേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാവരും എന്റെ തന്തയാവേണ്ട ആവശ്യമില്ല. അതിന്റെ ആവശ്യമൊന്നുമില്ല. എനിക്ക് എന്നെ മോളെ പോലെ കാണാനും എന്നെ ഏറ്റവും നന്നായിട്ട് വളർത്താനും ഒരാൾ ഉണ്ട്. എനിക്ക് അതിന്റെ ആവശ്യമേ തൽക്കാലമുള്ളൂ. ഞാനിത് പറയാനുള്ള റീസൺ വേറൊന്നുമല്ല. ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് പുറത്തിറങ്ങി പറയുന്നത് അങ്ങനെയാണ്. ഓക്കെ. പല ലൊക്കേഷനുകളിലും പല പബ്ലിക് ഫംഗ്ഷനൊക്കെ പോകുമ്പോഴും ഞാൻ എൻ്റെ മോളെ പോലെയാണ് കണ്ടത്. എൻ്റെ മോളോട് ഞാനത് ചെയ്യുമോ? എനിക്കും അതേ ചോദിക്കാനുള്ളൂ. മോളെ പോലെ കണ്ട ഒരാളോട് ഇങ്ങനെയൊക്കെ ചെയ്യുമോ? ഇങ്ങനത്തെ അപ്രോച്ചുകൾ ഉണ്ടാവുമോ? ഇല്ലല്ലോ. എനിക്കും അത്രയും മാത്രമേ അതിനകത്ത് പറയാനുള്ളൂ. ഈ വ്യക്തിയെ പറ്റി മോശമായിട്ട് ചാറ്റിങ്ങിലൂടാണെങ്കിൽ പോലും ചിലങ്കിയോട് പറഞ്ഞ വ്യക്തികൾ ഇന്ന് കൂടെ വർക്ക് ചെയ്യുന്നുണ്ടോ? എങ്ങനെ? ഈ വ്യക്തിയുടെ കൂടെ ഉണ്ടല്ലോ. അപ്പൊ അതിലൊന്നും വിഷമം തോന്നിയിട്ടില്ലേ? ഇല്ല, എനിക്ക് അപ്പ കാണുന്നതിന് അപ്പാന്ന് വിളിക്കുന്ന സ്വഭാവമില്ല. അപ്പൊ പിന്നെ എനിക്കതിൽ പ്രത്യേകിച്ച് യാതൊരു വിഷമവും ഇല്ല. ഈ ഇൻസിഡന്റ് നടക്കുമ്പോൾ ഒതുക്കപ്പെടും, അല്ലെങ്കിൽ വർക്കിന്റെ ഒരു ഇത്. പക്ഷെ എനിക്ക് ആ സമയത്തൊക്കെ ഒരുപാട് വർക്കുകൾ വന്നു, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം അത്രയും നല്ല ആൾക്കാരുള്ളൊരു ഇൻഡസ്ട്രിയാണ് ഈ ഇൻഡസ്ട്രി. എൻ്റെ കൂടെ നിന്ന ആൾക്കാരുണ്ട്. എന്നെ വർക്കിന് എന്നോട് തന്നെ ഒരു ടീം വിളിച്ചിട്ട് പറഞ്ഞു, ആദ്യമേ ഞങ്ങൾ വിളിച്ചതല്ലേ ഞങ്ങളുടെ സീരിയലിലേക്ക്, വല്ല കാര്യം ഉണ്ടായിരുന്നു അവിടെ പോയി ജോയിൻ ചെയ്യണ്ടേ, ഇവിടെ ആയിരുന്നു ഈ കുഴപ്പം വല്ലതും. കാരണം അത്രയും നല്ല ആൾക്കാരുണ്ട്.